إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. ജീവിതത്തിൽ നഷ്ടപ്പെടും എന്ന് നാം ഭയപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഏറെ ശ്രദ്ധ പുലർത്തി അവ സംരക്ഷിച്ചു നിർത്താൻ പരിശ്രമിക്കുന്നവരാണ് നാം എല്ലാവരും. ശരീരത്തിന്റെ ആരോഗ്യ സംരക്ഷണം, തന്റെ വരുമാന മാർഗമായ സമ്പത്തിന്റെ സംരക്ഷണം, അതൊക്കെ അതിൽപ്പെട്ടതാണ്. എന്നാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തന്റെ ഐഹികവും പാരത്രികവുമായ വിജയത്തിന്റെ അടിസ്ഥാനമായ ദീനിനെ ജീവിതത്തിൽ നഷ്ടപ്പെടാതെ സംരക്ഷിച്ചു നിർത്തുന്നതിൽ എത്രത്തോളം നാം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഹ്ഫദ്നി ബിൽ ഇസ്ലാമി ഖായിമ വഹ്ഫദ്നി ബിൽ ഇസ്ലാമി ഖാഇദ വഹ്ഫദ്നി ബിൽ ഇസ്ലാമി റാഖിദ വലാ തുശ്മിത് ബി അദുവൻ വലാ ഹാസിദ. അല്ലാഹുവേ, എൻ്റെ നിൽപ്പിലും എൻ്റെ ഇരിപ്പിലും എൻ്റെ ഉറക്കിലും എല്ലാം ഇസ്ലാമിനെ നീ എന്നിൽ സംരക്ഷിച്ചു നിർത്തണേ എന്നായിരുന്നു ആ പ്രാർത്ഥന. വലാ തുഷ്മിത് ബി അദുവം വലാ ഹാസിദ, എൻ്റെ ഒരു ശത്രു അല്ലെങ്കിൽ അസൂയാലു എൻ്റെ കാര്യത്തിൽ സന്തോഷിക്കുന്ന ഒരവസ്ഥയും നീ ഉണ്ടാക്കല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ദീനിനെ ജീവിതത്തിലുടനീളം നമ്മളൊക്കെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഉപദേശമാണ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ ആരും മരണപ്പെടരുത് എന്ന്. നമ്മെ സൃഷ്ടിച്ച നമ്മുടെ റബ്ബായ അള്ളാഹുവിൻ്റെ താൽപര്യമാണ് നമ്മുടെ മരണം മുസ്ലിമായ നിലക്ക് സംഭവിക്കണം എന്ന്. മഹാനായ യൂസുഫ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന പോലും അള്ളാഹു നമ്മെ പഠിപ്പിച്ചു, തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. അള്ളാഹുവേ, നീ എന്നെ ഒരു മുസ്ലിമായി മരിപ്പിക്കണേ, നിന്റെ സജ്ജനങ്ങളിൽ എന്നെ നാളെ പരലോകത്ത് ചേർക്കുകയും ചെയ്യണേ എന്ന്. ഒരാൾ തന്റെ ദീനിനെ സംരക്ഷിച്ചു നിർത്തുമ്പോൾ 5 കാര്യങ്ങൾ പ്രധാനമായും അവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അതിന് സാധാരണ പറയുക അൽ ലറൂറാത്തുൽ ഖംസു എന്നാണ്. 5 അടിസ്ഥാന കാര്യങ്ങൾ. ഒന്ന് ഹിഫ്ലുദ്ദീൻ, തന്റെ ദീനിനെ സംരക്ഷിക്കുക. ഹിഫ്ലുൻ നഫ്സ്, തന്റെ ശരീരത്തെ സംരക്ഷിക്കുക. ഹിഫ്ലുൻ നസ്ൽ, തന്റെ കുടുംബത്തെ സംരക്ഷിക്കുക. ഹിഫ്ലുൽ മാൽ, തന്റെ സമ്പത്തിനെ സംരക്ഷിക്കുക. ഹിഫ്ലുൽ അഖ്ൽ, അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹമായ ഓർമ്മശക്തി, ബുദ്ധി, അതിനെ സംരക്ഷിക്കുക. ഈ 5 കാര്യങ്ങൾ നമ്മുടെ ദീനീ ജീവിതത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണ് ദീനിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ?
അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പറഞ്ഞു, വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതുഹിർ വറുജ്സ ഫഹ്ജുർ. നീ നിന്റെ റബ്ബിനെ മഹത്വപ്പെടുത്തണം. നാസിറു സഅദി റഹ്മഹുല്ല ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത്, റബ്ബ് വലിയവനാണ് എന്നൊരാൾ പ്രഖ്യാപിക്കുക എങ്ങനെയാണ്? അള്ളിംഹു ബിത്തൗഹീദ്, തൗഹീദ് കൊണ്ട് നിന്റെ റബ്ബിനെ നീ മഹത്വപ്പെടുത്തണമെന്ന്. വസ്ത്രം ശുദ്ധിയാകണം. ഒരു മുസ്ലിം നന്മ കൽപ്പിക്കുന്നവനാണ്, തിന്മ വിരോധിക്കുന്നവനാണ്. താൻ നന്മ കൽപ്പിക്കുമ്പോൾ, താൻ തിന്മ വിരോധിക്കുമ്പോൾ അവൻ ആദ്യം ശുദ്ധീകരിക്കണം. കൈകൾ മാലിന്യമുള്ള കൈകളിൽ വെച്ച് നല്ല ഒരു ആപ്പിൾ ഒരാൾക്ക് സമ്മാനിച്ചാൽ അത് വാങ്ങാൻ ആരും മടിക്കും. എന്തുകൊണ്ട്? വൃത്തികേടിലാണ് അവന്റെ കൈയുള്ളത് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം ആകമാനം ശുദ്ധിയുള്ള വൃത്തിയുള്ളവനാകണം. വറുജ്സ ഫഹ്ജുർ. റുജ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും ഉൾപ്പെടുക ബിംബങ്ങളും വിഗ്രഹങ്ങളുമാണ്. അല്ലാഹുവല്ലാത്ത ആരാധ്യർ ഒരാൾക്കുണ്ടാകുക, അത് ഏറ്റവും വൃത്തികേടാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നീ മുക്തനാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരിക്കൽ 10 പേർ വന്നു ഇസ്ലാമിലേക്ക് കടന്നുവരാൻ. റസൂലുള്ളാഹിക്ക് ബൈഅത്ത് നൽകി ഇസ്ലാമിലേക്ക് കടന്നുവരാൻ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബായ തിസ്അ ഫഅംസക അൻ വാഹിദ്, 9 പേരിൽ നിന്ന് ബൈഅത്ത് സ്വീകരിച്ചു. ഒരാളെ മാറ്റി നിർത്തി. അപ്പൊ അവരിൽപ്പെട്ട ഒരാൾ ചോദിച്ചു റസൂലുള്ളാഹിയോട്, യാ റസൂലല്ലാഹ്, ബായഅത തിസ്അതൻ വതറക്ത ഹാദ. ഞങ്ങൾ 10 പേരാണ് അങ്ങയുടെ അടുത്ത് വന്നത്. 9 പേരിൽ നിന്ന് താങ്കൾ ബൈഅത്ത് സ്വീകരിച്ചു. ഒരാളെ എന്താണ് മാറ്റി നിർത്താൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അലൈഹി തമീമതൻ, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു ഏലസുണ്ട്. ഫഅദ്ഖല യദഹു ഫഖതഅഹ. എന്നിട്ട് റസൂലുള്ളാഹി തന്റെ കൈ ആ ശരീരത്തിലിട്ട് അത് മുറിച്ചു മാറ്റി, ആ ഏലസ് മുറിച്ചെടുത്തു. വഖാല, എന്നിട്ട് റസൂലുള്ളാഹി പഠിപ്പിച്ചു, മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക്. ആരെങ്കിലും ഏലസ് ശരീരത്തിൽ ബന്ധിച്ചാൽ അവൻ ശിർക്ക് ചെയ്തു. അതുകൊണ്ട് ശിർക്ക് ചെയ്തവന് ഇസ്ലാമിൽ സ്ഥാനമില്ല. അതുകൊണ്ട് ആ ശിർക്കിൽ നിന്ന് മുക്തനാവണം. അവർക്കാണ് ബൈഅത്ത് എന്ന വലിയ സന്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഇങ്ങനെ നമ്മുടെ വിശ്വാസത്തെ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തണം നാം ഓരോരുത്തരും. സൂറത്തുൽ അൻആമിലെ വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലി ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ എന്ന ഈ ആയത്തിനെ കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, മസ്സിറാത്തുൽ മുസ്തഖീം, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പിന്തുടരണം എന്ന് കൽപ്പിച്ച ഈ നേരായ മാർഗം ഏതാണ്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മറുപടി നൽകിയത്, തറക്കന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അദ്നാഹു വ തർഫുഹു ഫിൽ ജന്ന. ആ സിറാത്തുൽ മുസ്തഖീമിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ വിട്ടേച്ചു പോയിട്ടുള്ളത്. അതിന്റെ ഒരറ്റത്താണ് നാം ഉള്ളത്. വ തർഫുഹു ഫിൽ ജന്ന, അതിന്റെ ഒരറ്റം സ്വർഗത്തിലാണ്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് നീണ്ടു കിടക്കുന്നതാണ്. വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു, ഈ നേരായ മാർഗമാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. ഒരു നേർരേഖ വരച്ച് അതിനപ്പുറത്തും ഇപ്പുറത്തും കുറെ വരകൾ വരച്ച് ആ നേർരേഖയിൽ കൈവച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഞാൻ നിങ്ങളെ പഠിപ്പിച്ച നേരായ മാർഗം ഇതാണ്. അപ്പുറത്തുള്ള വഴികൾ, ആ വഴികളിലേക്ക് ക്ഷണിക്കുന്ന പിശാചുക്കൾ അതിലുണ്ട്. ഫതഫറഖ ബികും അൻ സബീലി, ആ വഴികളെയാണോ നിങ്ങൾ പിന്തുടരുന്നത്? നേരായ വഴിയിൽ നിന്ന് നിങ്ങൾ തെറ്റിപ്പോകും. ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ, തഖ്വയോടെ നിങ്ങൾ ജീവിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് ഉപദേശം നൽകിയതാണ് ഇത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ ദീന് അപകടത്തിൽപ്പെടാതെ, നാശത്തിൽപ്പെടാതെ സൂക്ഷിക്കുക എന്ന ബാധ്യത പ്രഥമമായും പ്രധാനമായും നമുക്കുണ്ട്. ഒരു വിശ്വാസി തന്റെ ശരീരത്തെ സംരക്ഷിച്ചു നിർത്തും. തന്റെ ശരീരം വിലപ്പെട്ടതാണ്. അവൻ അള്ളാഹു കനിഞ്ഞു നൽകിയതാണ് ഈ ശരീരം. വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ എല്ലാ നിലക്കും നാം ബഹുമാനിച്ചിട്ടുണ്ട്. ആ ആദരവിന്റെ ഭാഗമാണ് നമ്മുടെ ഈ ശരീരം. ഈ ശരീരത്തെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന്, വലാ തുൽഖൂ ബി ഐദീകും ഇല തഹ്ലുക, നിങ്ങളുടെ കരങ്ങളെ നാശത്തിലിടരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നാശം വരുത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും വിട്ടു നിൽക്കണം. ഒരു ചെറിയ ഹദീസ് നോക്കൂ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അജ്ലതു മിനശ് ശൈത്വാൻ, ധൃതി അത് പിശാചിൽ നിന്നാണ്. ഈ ശബ്ദം കേൾക്കുന്ന നമ്മളൊക്കെ, പറയുന്ന ഞാനും നിങ്ങളൊക്കെ വാഹനം ഓടിക്കുന്നവരാണ്. പലപ്പോഴും റോഡിൽ കാണുന്ന വാഹനപകടങ്ങളുടെ മുഖ്യ കാരണം ഹൈ സ്പീഡാണ്. ഒരു വിശ്വാസി എന്ന നിലക്ക് അതവൻ ശ്രദ്ധിക്കും. അവൻ ഒരു പാകം സ്പീഡിലാണ് അവൻ യാത്ര ചെയ്യുക. കാരണം പിശാച് അവനെ അപകടത്തിൽപ്പെടുത്താൻ ശ്രദ്ധിക്കും. അൽ അജ്ലതു മിനശ് ശൈത്വാൻ. എന്നാൽ ദീനിൽ നമ്മൾ സ്പീഡ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. അതിൽ സ്പീഡ് വേണം, ധൃതി വേണം. റബ്ബ് ഒരുക്കിയ സ്വർഗത്തിലേക്ക്, റബ്ബ് തരുന്ന കനിഞ്ഞു നൽകുന്ന മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെടുക. നമ്മുടെ ജീവിതത്തിൽ ധൃതി വേണം, മാത്സര്യബോധം വേണം. സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. നിങ്ങളുടെ റബ്ബൊരുക്കിയ സ്വർഗത്തിലേക്ക്, അവന്റെ മഗ്ഫിറത്തിലേക്ക് മറ്റുള്ളവരെ മറികടന്ന് ഞാനെത്തണമെന്ന ചിന്തയോടെ നിങ്ങൾ മത്സരിക്കണമെന്നാണ് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഐഹിക ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും സ്പീഡ് അത് അപകടപ്പെടുത്തും. നമ്മുടെ കൈകളെ നാശത്തിലേക്ക് ഇടരുത്. എത്രത്തോളം ഒരു സംഭവം നോക്കൂ നിങ്ങൾ. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ ഒരു യുദ്ധത്തിന് പോകാൻ നിശ്ചയിക്കുകയും അദ്ദേഹത്തിന്റെ കൂടെ ആളുകളെ നിശ്ചയിച്ച് അമീറാക്കി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നിട്ട് പറഞ്ഞു റസൂലുള്ളാഹിയോട്, ഒരു സംഭവം ഉണ്ടായി എന്റെ ജീവിതത്തിൽ. യാ റസൂലല്ലാഹ്, ഇന്നി ഇഹ്തലംതു ഫീ ലൈലത്തിൻ ബാരിദ. നല്ല തണുപ്പുള്ള രാത്രി, എനിക്ക് വലിയ ശുദ്ധിയുണ്ടായി. ഫഅഷ്ഫഖ്തു ഇനി തസൽതു അൻ അഹ്ലിക. ഞാൻ ആ തണുപ്പുള്ള, കൊടും തണുപ്പുള്ള രാവിൽ വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ കുളിച്ചാൽ ഞാൻ നശിക്കുമോ, ഞാൻ മരിക്കുമോ എന്ന് ഞാൻ പേടിച്ചുപോയി. ഫതയമ്മംതു സുമ്മ സല്ലൈതു ബി അസ്ഹാബി അസ്സുബ്ഹ. ഞാൻ വുളുവിന് പകരം അള്ളാന്റെ റസൂൽ കാണിച്ചു തന്ന തയമ്മും ചെയ്ത് ഞാൻ എന്റെ അനുചരന്മാരെ സുബ്ഹി നമസ്കരിച്ചു, അവരെ കൂട്ടി സുബ്ഹി നമസ്കരിച്ചു. ഈ കാര്യം റസൂലുള്ളാഹിയോട് പറഞ്ഞപ്പോൾ റസൂൽ ആദ്യം ചോദിച്ചു, യാ അംർ സല്ലൈത ബി അസ്ഹാബിക വ അൻത ജുനുബ്. അംറെ, വലിയ ശുദ്ധിയുള്ളവനായിരിക്കെ നീ നിന്റെ അനുയായികൾക്ക് സുബ്ഹിക്ക് നേതൃത്വം കൊടുത്ത് നിസ്കരിക്കുകയാണോ ചെയ്തത് എന്ന്. അപ്പൊ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് പറഞ്ഞു, ഇന്നി സമഅതു ഖൗലല്ലാഹി തആല. ഞാൻ അള്ളാന്റെ ഒരു വാക്ക് ഖുർആൻ കേട്ടു പഠിച്ചിട്ടുണ്ട്. വലാ തഖ്തുലു അൻഫുസകും ഇന്നല്ലാഹ കാന ബിക്കും റഹീമ. നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത്, അള്ളാഹു നിങ്ങളോട് അതിയായ കരുണയുള്ളവനാണ്. ഈ ആയത്ത് ഖുർആനിൽ ഉണ്ടല്ലോ, ഇതാണ് എന്റെ മനസ്സിൽ തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ വുളുവെടുത്ത് വെള്ളം ഉപയോഗിച്ചാൽ എനിക്ക് നാശം സംഭവിക്കുമെന്ന ഭയം കാരണം ഞാൻ തയമ്മും ചെയ്ത് ആ വലിയ ശുദ്ധിക്ക് പകരമായ തയമ്മും ചെയ്തത് എന്ന്. ഇത് കേട്ടപ്പോ ഫളഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലം യഖുൽ ഷൈഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ പുഞ്ചിരിച്ചു. അദ്ദേഹത്തോട് എതിർത്ത് ഒന്നും പറഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ ആ പുഞ്ചിരിയിൽ എല്ലാം ഉണ്ട്. താങ്കളാ ചെയ്തതാണ് ശരി, അങ്ങനെയാണ് ചെയ്യേണ്ടത്, ദീന് എളുപ്പമാണ്, ദീന് പ്രയാസപ്പെടുത്തലല്ല എന്ന സന്ദേശം അതിലൂടെ നൽകുകയും ചെയ്തു. ഇങ്ങനെ എല്ലാ നാശം വരുന്ന കാര്യങ്ങളിൽ നിന്ന് ഈ ആയത്തിനെ വിശദീകരിച്ച ആധുനിക പണ്ഡിതന്മാർ പുകവലി പോലും അത് നിഷിദ്ധമാണ്, പുകവലി നാശത്തിന്. കാരണം എന്താ, പുകവലിയുടെ അതിന്റെ ചട്ടക്കൂടുമ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ടുള്ള മാരക രോഗങ്ങൾ. എന്നിട്ട് നമ്മളത് വാങ്ങി വലിക്കും. അതൊക്കെ ഈ ആയത്തിൽ പെടുമെന്നാണ്. വലാ തുൽഖൂ ബി ഐദിക്കും ഇല തഹ്ലുക. നിങ്ങളുടെ കരങ്ങളെ നാശത്തിലേക്ക് ഇടരുത് എന്ന്. അപ്പൊ ആരോഗ്യ സംരക്ഷണം, ശരീര സംരക്ഷണം അതിൽ പെട്ടതാണ്. മറ്റൊരാളെ കൊല്ലുന്നത് ശ്രദ്ധിക്കണം. ഒരു ശരീരത്തെ നമ്മൾ അപകടത്തിൽപ്പെടുത്താൻ പാടില്ല. ആത്മഹത്യ ചെയ്യുന്നത് സ്വയം സ്വന്തത്തെ കൊല്ലലാണ്. അതും ഇസ്ലാം വിലക്കാൻ കാരണം ശരീര സംരക്ഷണത്തിന്റെ ഭാഗമാണ്. മറ്റൊന്ന്, വിശ്വാസി തന്റെ സമ്പത്തിനെ സംരക്ഷിക്കും. സമ്പത്ത് ഈ ഭൗതിക ലോകത്ത് നമ്മുടെ നിലനിൽപ്പിന് അള്ളാഹു നൽകിയതാണ്. അതുകൊണ്ട് തന്നെ ആ സമ്പത്ത് എങ്ങനെ സമ്പാദിക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് വിശ്വാസി ശ്രദ്ധിക്കും. ഹലാലൻ ത്വയ്യിബ എന്നാണ് ചുരുക്കി പറഞ്ഞാൽ. അത് ഹലാലായ മാർഗത്തിൽ വിശിഷ്ടമായ നിലക്കാണ് അത് തിന്നുകയും അത് സമ്പാദിക്കുകയും ചെയ്യുക. അള്ളാഹ് മനുഷ്യരിൽ 3 തരക്കാരെ അഭിസംബോധന ചെയ്തു. ഒന്ന്, യാ അയ്യുഹർ റുസുൽ, നബിമാരെ അഭിസംബോധന ചെയ്തു. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തു. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് അഭിസംബോധന ചെയ്തു. ഈ 3 അഭിസംബോധനയിലും അള്ളാഹ് ഒന്ന് പറഞ്ഞത് കുലൂ മിനത് ത്വയ്യിബാത്ത്, നിങ്ങൾ നല്ലത് മാത്രമേ തിന്നാവൂ. കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാക്കും, നാം നിങ്ങൾക്ക് നൽകിയതിൽ വിശിഷ്ടമായത് മാത്രം തിന്നുക. കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, ഭൂമിയിൽ നിന്ന് അള്ളാഹ് അനുവദിച്ചത് വിശിഷ്ടമായത് മാത്രം സമ്പാദിച്ച് നിങ്ങൾ തിന്നുക എന്ന് പറഞ്ഞു. ഒരാളുടെ പ്രാർത്ഥന, ഒരാളുടെ ഇബാദത്ത്, ഒരാളുടെ ഇസ്ലാമിക ജീവിതം പോലും അള്ളാഹു
സ്വീകരിക്കണമെങ്കിൽ ഹലാല് മാത്രം സമ്പാദിച്ച് ഹലാല് തിന്നണം എന്നത് വലിയ ഷർത്തായി പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു യാത്രക്കാരൻ യുത്തീലു സഫർ അഷ്അസ അക്ബർ, മുടി ജടകുത്തിയ, ശരീരത്തിൽ മണ്ണ് പുരണ്ട, ദീർഘയാത്ര ചെയ്ത ഒരാൾ യാത്രക്കിടയിൽ വിശ്രമിക്കുന്നതിനിടയിൽ യാ റബ്ബി യാ റബ്ബി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. മത്അമുഹു ഹറാം മൽബസുഹു ഹറാം മഷ്റബുഹു ഹറാം ഉദിയ ഫിൽ ഹറാം അന്നാ യുസ്തജാബു ലഹു. അവന്റെ ഭക്ഷണം ഹറാമാണ്, അവന്റെ വസ്ത്രം ഹറാമാണ്, അവൻ കുടിക്കുന്നത് ഹറാമാണ്, ഹറാമിലാണ് ഊട്ടപ്പെട്ടത്, ആരുത്തരം ചെയ്യാൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. അല്ലാഹ് ഏറ്റവും വിശുദ്ധനാണ്, നല്ലവനാണ്. നല്ലത് മാത്രമേ നമ്മിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. നമ്മുടെ സമ്പത്തിന്റെ ശുദ്ധീകരണത്തിൽപ്പെട്ടതാണ് അള്ളാഹ് പറഞ്ഞ സ്വതക്കയും സക്കാത്തും. നമ്മുടെ സമ്പത്ത് നമുക്ക് മാത്രമല്ല ഉള്ളത്, നമ്മുടെ കൈകളിലുള്ള സമ്പത്ത്, അതുകൊണ്ട് ജീവിക്കേണ്ട പലരും ഈ നാട്ടിലുണ്ട്. വആതിദൽ ഖുർബ ഹഖ്ഖഹു വൽ മിസ്കീന വബ്നസ് സബീലി വലാ തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. നിന്റെ സമ്പത്തിൽ നിന്നൊരു വിഹിതം കുടുംബബന്ധമുള്ള സാധുക്കൾക്ക് നൽകണം, മിസ്കീന് നൽകണം, വഴി യാത്രക്കാരന് നൽകണം. അതൊരിക്കലും ദൂർത്തടിച്ച് നശിപ്പിക്കരുത്. ദൂർത്തടിക്കുന്നവർ പിശാചിന്റെ സഹോദരങ്ങളാണ്. സമ്പത്ത് നശിപ്പിക്കുക എന്നത് ഒരു വിശ്വാസിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് തന്റെ സമ്പത്തിനെ അവൻ സംരക്ഷിക്കും. ഒരു വിശ്വാസി തന്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നവനാണ്. എന്താ കുടുംബം? അല്ലാഹ് മനുഷ്യരെ ഈ ഭൂമുഖത്ത് സൃഷ്ടിച്ചുണ്ടാക്കിയപ്പോ അള്ളാന്റെ ആദ്യത്തെ തീരുമാനം മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കാൻ. അങ്ങനെ ആദമനെ സൃഷ്ടിച്ചു, ആ ആദമിൽ നിന്ന് ഹവ്വയെ സൃഷ്ടിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ തന്റെ വൈവാഹിക ജീവിതത്തിലൂടെ അവന് മക്കളുണ്ടാകണം. അങ്ങനെ മാന്യമായ കുടുംബ ജീവിതമാണ് അല്ലാഹ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വ്യഭിചാരം, ആ വ്യഭിചാര വൃത്തി, അതിലേക്ക് എത്തിക്കുന്ന എല്ലാ ഘടകങ്ങളെയും ഇസ്ലാം പാടെ വിലക്കിയിട്ടുണ്ട്. വലാ തഖറബുസ്സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. വ്യഭിചാരം കൊള്ളെ നീ അടുക്കുക പോലും ചെയ്യരുത് എന്ന് പറയുന്നതിന് പകരം അതിലേക്ക് അടുക്കരുത് എന്നാണ്. അതിലേക്ക് എത്തിക്കുന്ന ഏതൊക്കെ ഘടകങ്ങളുണ്ടോ അതിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കണം. ഇന്നഹു കാന ഫാഹിഷ, അത് മ്ലേച്ഛമാണ്, അതൊരു മനുഷ്യനെ കുറിച്ച് കേൾക്കാൻ പാടില്ലാത്തതാണ്. മാന്യമായ ഒരു മനുഷ്യന്റെ ജീവിതം വ്യഭിചാരവൃത്തിയിൽ നിന്ന് അകന്നുള്ള ജീവിതമാണ് എന്ന് നാം നോക്കണം. വസാഅ സബീല, അതെത്ര മോശപ്പെട്ട വഴിയാണ് എന്നാണ്. കുടുംബജീവിതം നയിക്കുന്നതിന് പകരം തന്റെ വികാര പൂർത്തീകരണത്തിന് വേണ്ടി പുരുഷന്മാരെ സമീപിക്കുന്ന തെറ്റായ രീതി ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനതയിൽ കടന്നു വന്നു. ലൂത്ത് അലൈഹിസ്സലാം തന്റെ അരികിൽ മനുഷ്യരൂപത്തിൽ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്നപ്പോ അവരെയും മോശമായ വൃത്തികേടിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിച്ചപ്പോ ലൂത്ത് അലൈഹിസ്സലാം അവരോട് ചോദിച്ചു, അതഅ്തൂന ദുക്റാന മിനൽ ആലമീൻ വതദറൂന മാ ഖലഖ ലക്കും റബ്ബുക്കും മിൻ അസ്വാജിക്കും. നിങ്ങൾ ലോകരിൽ നിന്ന് ഈ കാര്യത്തിന് പുരുഷന്മാരെയാണോ തേടുന്നത്? അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി പടച്ച സ്ത്രീ സമൂഹത്തെ നിങ്ങൾ ഒഴിവാക്കുകയാണോ? അദ്ദേഹം തന്നെ മാനം കെടുത്തരുത്, എന്റെ പെൺമക്കളിതാ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം എന്നുപോലും ആ മനുഷ്യരോട് പറഞ്ഞത് വിശുദ്ധ ഖുർആനിൽ കാണാം. അതുകൊണ്ട് തന്നെ കുടുംബജീവിതം, എനിക്ക് വിവാഹം വേണ്ട എന്ന് തീരുമാനിക്കുന്ന പെൺകുട്ടികൾ വർദ്ധിച്ച ഒരു ലോകത്താണ് ഇന്ന് നമ്മളുള്ളത്. മുസ്ലിം പെൺകുട്ടികൾ എന്തിന് വിവാഹം കഴിക്കണം? അതിന് പല തരത്തിലുള്ള പ്രേരണകളിലും പെട്ട് വിവാഹം വേണ്ട എന്ന് തീരുമാനിക്കുന്നു. അപകടമാണ്, നാശമാണ് വരുത്തിവെക്കുന്നത്. ഒരാൾ തന്റെ ദീനിനെ സംരക്ഷിക്കുമ്പോൾ ആ ദീനീ സംരക്ഷണത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് മാന്യമായ വിവാഹ ജീവിതം നയിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്തെന്നാണ് നിക്കാഹിനെ പഠിപ്പിച്ചത്. അസ്സുന്നത്തു അന്നിക്കാഹു മിൻ സുന്നത്തി, വിവാഹം കഴിക്കുക എന്നത് എന്റെ ചര്യയിൽപ്പെട്ടതാണ്. ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, ആ സുന്നത്ത് വേണ്ട എന്ന് വെക്കുന്നവർ എന്നിൽ പെട്ടവനല്ല എന്ന്. അങ്ങനെ ആവുമ്പോൾ നമ്മളെ ഷഹാദത്തിന് എന്ത് വിലയാണുള്ളത്? വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ചൊരാൾ ബോധപൂർവം അങ്ങനെ തീരുമാനിച്ചാൽ ഷഹാദത്തിന് പോലും എതിരാകും എന്ന് നാം ഭയപ്പെടണം. അതുകൊണ്ട് മാന്യമായ വിവാഹ ജീവിതം നയിക്കുക, അങ്ങനെ തന്റെ കുടുംബ സംരക്ഷണം നടത്തുക. അവസാനം ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ തന്റെ ബുദ്ധിയെ സംരക്ഷിക്കും. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അറിവില്ലാത്ത യാതൊന്നിന്റെ പിന്നാലെ നീ പോകരുത്. കണ്ണും കാതും ബുദ്ധിയും നാളെ പരലോകത്ത് വിചാരണക്ക് വിധേയമാകും.
എല്ലാം കേട്ട് വിശ്വസിക്കേണ്ടവരല്ല നമ്മൾ. മാ ഖാലല്ലാ വമാ ഖാല റസൂലു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ല പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് വിശ്വസിക്കുക, അത് നിരുപാധികം വിശ്വസിക്കുക. വേറെ എന്ത് ദീനിന്റെ പേരിൽ ആരെന്ത് പറഞ്ഞാലും ഇത് അല്ല പറഞ്ഞതാണോ, ഇത് റസൂലുള്ള പറഞ്ഞതാണോ, റസൂലുള്ളയുടെ സഹാബത്ത് ആചരിച്ചതാണോ എന്ന് ചോദിക്കാനുള്ള ബുദ്ധി നമുക്കുണ്ടാവണം. അതൊന്ന്. മറ്റൊന്ന്, ബുദ്ധിയെ നശിപ്പിക്കുന്നതാണ് ലഹരി എന്ന് നാം ഭയപ്പെടണം. ലഹരി, ഏത് ലഹരിയും, അതിനേത് പേരിട്ടാലും, കുല്ലു മുസ്കിരിൻ ഹറാം, അതിന് എത്ര പേരുകളിൽ അത് വന്നാലും ലഹരി ഉണ്ടാക്കുന്നതാണോ അത് ഹറാമാണ്. ഉമ്മുൽ ഖബായിസ്, ലഹരിയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് എല്ലാ തിന്മകളുടെയും മാതാവാണ്. ഒരാളെ ഏത് തിന്മയിലേക്കും കൊണ്ടെത്തിക്കും. എത്രത്തോളം തന്റെ മാതാവിനെ വരെ വ്യഭിചരിക്കുന്നതിലേക്ക് ലഹരി ഉപയോഗിക്കുന്നവനെ എത്തിക്കുമെന്നാണ് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ലഹരിക്കെതിരിലുള്ള എല്ലാവിധ കാര്യങ്ങൾ നമ്മൾ ഉണ്ടാകണം. ലഹരി സ്വയം വെടിഞ്ഞ് ലഹരി അടിമപ്പെട്ടവരെ ഉപദേശിച്ച് നന്നാക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഇത്രയും കാര്യങ്ങൾ ദീനീ സംരക്ഷണത്തിന്റെ ഭാഗമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. മുഹറം മാസം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്ന ഒരാശയമാണ് ഹിജ്റ, ഇസ്ലാമിലെ ഹിജ്റ. ഹിജ്റ ആരംഭിച്ച ആ കണക്കനുസരിച്ചാണ് ഹിജ്റ കലണ്ടർ ഇസ്ലാമിക ചരിത്രത്തിലൂടെ കടന്നു വന്നിട്ടുള്ളത്. ആ ഹിജ്റയുമായി ഓർമ്മപ്പെടുത്തുമ്പോൾ ഒന്ന് മക്കയിൽ നിന്നും മദീനയിലേക്ക്, അതുപോലെ തോയിഫിലേക്ക് ഒക്കെ ഹിജ്റ പോയ സ്വഹാബത്തിന്റെ ത്യാഗം നമ്മൾ ഇന്നും വായിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഒരു ത്യാഗം ഇല്ല എന്നത് ഒരു സൗഭാഗ്യമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ അള്ളാഹു നൽകിയ ദീന് പഠിച്ച് അതുപോലെ ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും സ്വാതന്ത്ര്യവുമുള്ള ഒരു നാട്ടിലാണ് നമ്മളുള്ളത്. പക്ഷെ നമുക്കും ഒരു ഹിജ്റ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഉപദേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു യഥാർത്ഥ മുസ്ലിം, മറ്റുള്ളവർ തന്റെ നാവിൽ നിന്നും തന്റെ കയ്യിൽ നിന്നും സുരക്ഷിതരാണ്. വൽ മുഅ്മിൻ, ഒരു യഥാർത്ഥ വിശ്വാസി, മൻ അമിനഹുന്നാസു അല അംവാലിഹിം വ അൻഫുസിഹിം. മറ്റു മനുഷ്യരൊക്കെ അവരുടെ സമ്പത്തിന്റെ കാര്യത്തിലും അവരുടെ ശരീരത്തിന്റെ കാര്യത്തിലും നിർഭയരായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനെ ഒരാളും ഭയപ്പെടൂല. അവന്റെ സമ്പത്ത് കവരൂല, അവന്റെ ശരീരത്തെ നശിപ്പിക്കൂല. ആ നിലക്കൊരു മുഅ്മിനെ കുറിച്ച് നാടും നാട്ടുകാരും നിർഭയരായിരിക്കും. എന്നിട്ട് പറഞ്ഞു, വൽ മുഹാജിർ, ഹിജ്റ പോയവൻ, ഹിജ്റ പോകുന്നവൻ, മൻ ഹജറ മാ നഹല്ലാഹു അൻഹു വ റസൂലു, അള്ളാഹും റസൂലും എന്തൊക്കെ വിലക്കിയോ അത് വിലക്കുന്നവനാണ് യഥാർത്ഥ മുഹാജിർ. അതുപോലെ അൽ ഹിജ്റത്തു ഇലല്ലാഹി വ റസൂലിഹി, യഥാർത്ഥ ഹിജ്റ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ്. ഈ ഹിജ്റ നമ്മുടെ ജീവിതത്തിൽ മരണം വരെ നിലനിർത്തേണ്ടതാണ്. ഇതിനല്പം ത്യാഗം ഇന്നത്തെ കാലത്തുണ്ട്. പ്രത്യേകിച്ച് ഫിത്തനകളും കുഴപ്പങ്ങളും വർദ്ധിക്കുന്ന കാലത്ത് ഒരു മുസ്ലിമായി മുഅ്മിനായി ജീവിക്കാൻ പരിശ്രമിക്കുക എന്നത് വലിയ ത്യാഗമാണ്. ആ ത്യാഗം നമ്മൾ വരിച്ചേ പറ്റൂ. മുസ്ലിമായി മരിക്കാൻ, മുഅ്മിനായി മരിക്കാൻ, അള്ളാഹു ഒരുക്കി വെച്ച ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാണ് നാം എങ്കിൽ ഈ ഹിജ്റ ജീവിതത്തിൽ അനിവാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അവൻ തൃപ്തിപ്പെടുന്ന യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കാനും മരിക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ ഷ്ഫി മർളാനാ വ മർളൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ ഷ്ഫി മർളാനാ വർഹം മൗതാനാ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ലാ തദഅ ലനാ ദംബൻ ഇല്ലാ ഗഫർതഹു വലാ ദൈനൻ ഇല്ലാ ഖളൈതഹു വലാ മരീളൻ ഇല്ലാ ശഫൈതഹു വലാ മയ്യിതൻ ഇല്ലാ റഹിംതഹു വലാ ബലാഅൻ ഇല്ലാ റഫഅതഹു യാ അർഹമർ റഹീമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب